ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇൻസ്റ്റൻറ്റ് നെയ്യപ്പമാണ്. ഇനി നിങ്ങൾക്ക് നെയ്യപ്പം ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതേ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കാം. പിന്നെ ടേസ്റ്റ് കൂട്ടാനായിട്ട് നിങ്ങൾക്ക് പഴമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ശർക്കരയൊന്ന് ഉരുക്കി അരിച്ചെടുക്കാം. ഇതിനകത്ത് ഒരുപാട് പൊടി അഴുക്കുമൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ നമുക്കത് ഉരുക്കി അരിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്തു വെച്ചാൽ നമുക്ക് വേറെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ, ചീത്തയൊന്നും ആവത്തില്ല. ശർക്കരയൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുത്ത് വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ അധികം ചൂടോടെ നമുക്ക് ഇതിനകത്ത് ഒഴിക്കേണ്ട, ഒരു ഇളം ചൂടോടുകൂടി മാത്രം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊന്ന് അവിടെ നിന്ന് തണുക്കട്ടെ. അപ്പോൾ ഇൻസ്റ്റൻറ്റ് നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മളിപ്പം 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇതിപ്പോൾ ചെമ്പ ഇടിയപ്പപ്പൊടിയാണ്, അതാണ് ഈ ഒരു കളറിലിരിക്കുന്നത്. പിന്നെ 1/2 കപ്പ് മൈദ, പിന്നെ ഞാൻ 1/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകം, 1 പിഞ്ച് സോഡാപ്പൊടി, പിന്നെ ഏലക്ക, പിന്നെ കുറച്ച് നെയ്യും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് പേസ്റ്റാക്കിയെടുക്കാം, ഫൈൻ പേസ്റ്റാക്കിയെടുക്കാം. ഇപ്പോൾ ഇതിനകത്ത് റവ ഇടണ്ട, ബാക്കിയെല്ലാ ഇൻഗ്രീഡിയൻസ് നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാവേ. പിന്നെ നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ശർക്കരയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇനി സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുക, 1 നുള്ള് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കൂടുതലായാൽ അത് നമ്മൾ വറക്കുന്ന ഒരു ടൈമിൽ അത് ഇങ്ങനെ പൊട്ടിച്ചെത്തറി വിണ്ട് കീറിയൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ ഞാൻ ആദ്യം പേസ്റ്റ് ആക്കിക്കൊണ്ട് വന്നപ്പോൾ അത് നന്നായിട്ട് ഫൈനായിട്ട് ഇതായില്ല. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് ലൂസാക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് ഒഴിക്കാം. ഒഴിച്ചിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ 2 പ്രാവശ്യം ഒഴിക്കുന്നത്. 1 ടേബിൾ സ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക്, ഞാൻ ആദ്യം 1/4 കപ്പ് റവയെല്ലാം എടുത്ത് വെച്ചിരുന്നത്, അത്ര റവയുടെ ആവശ്യമില്ല. അതിൻ്റെ ഒരു ഹാഫ് പോർഷനാണ് ഞാൻ അതിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കുഴിവുള്ളൊരു പാത്രമാണ് എടുത്തേക്കുന്നത്. അപ്പം നമുക്കതിനകത്തോട്ട് എണ്ണ ചൂടാകാനായിട്ട് വെക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് 1 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോഴേ ഒന്നും ഇളക്കുകയൊന്നും വേണ്ട, അതിങ്ങനെ മേലോട്ട് പൊന്തി ഇങ്ങനെ വീർത്ത് വരും. ആ ഒരു ടൈമിൽ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഉൾഭാഗം വേവത്തില്ല.
അപ്പോൾ നമ്മുടെ നെയ്യപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഒരു കപ്പ് മാവിനകത്ത് ഏകദേശം 9 എണ്ണമൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.